കോഴിക്കോട് ബിസിനസ് നടത്തിവരുന്ന ശ്രീ ഗോപാലൻ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനാണ്. ഗുരുവായൂരിൽ എല്ലാ മാസവും തൊഴാൻ എത്താറുണ്ട്. സീസണായാൽ മാങ്ങ കയറ്റി അയക്കലാണ് ജോലി. ഒരിക്കൽ ഗുരുവായൂരിൽ വന്നപ്പോൾ വളരെ സങ്കടത്തോടെ പറഞ്ഞു, 3-4 ലോഡ് മാങ്ങ ഡൽഹിക്കും ബോംബെയിലേക്കും അയക്കുന്നതാണ്. ഇപ്പോൾ അയക്കുന്ന മാങ്ങയെല്ലാം അവിടെ എത്തുമ്പോഴേക്കും ചീഞ്ഞളിഞ്ഞു പോകുന്നു. എന്താണ് കാരണമെന്ന് അറിയില്ല. പ്രശ്ന പരിഹാരത്തിനായി ഒരു ജ്യോത്സ്യനെ കണ്ട് പ്രശ്നം വെക്കാൻ നിർദ്ദേശിച്ചു. അതുപ്രകാരം പ്രശ്നം വെച്ചപ്പോൾ ഗുരുവായൂരപ്പൻ്റെ എന്തോ സ്വത്ത് അവിഹിതമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അത് മടക്കി കൊടുക്കണമെന്ന് കാണുകയുണ്ടായി. ശ്രീ ഗോപാലൻ വളരെ ആലോചിച്ചപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ ചെന്നപ്പോൾ അനന്തശയനത്തിനടുത്തു നിന്നും ഗുരുവായൂരപ്പനെ നമസ്കരിച്ച് എഴുന്നേറ്റപ്പോൾ 1 രൂപ നാണയം കണ്ടു. ഗുരുവായൂരപ്പൻ തന്ന അനുഗ്രഹം ആയിരിക്കുമെന്ന് കരുതി അതെടുത്ത് കീശയിൽ വെച്ചു വീട്ടിൽ കൊണ്ടുപോയി പൂജാമുറിയിൽ ഒരു പ്രത്യേക ചെപ്പിൽ അടച്ചു വെച്ചു. നിത്യവും അതിനെ തൊഴാറുണ്ടെന്നും പറഞ്ഞു. ഗുരുവായൂരപ്പൻ്റെ ആ മുതൽ എത്രയും വേഗം കൊണ്ടുവന്ന് പ്രായശ്ചിത്തത്തോടു കൂടി ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ പറഞ്ഞു. ശ്രീ ഗോപാലൻ ഉടൻ തന്നെ വീട്ടിൽ പോയി ആ നാണയവും 1 പവൻ സ്വർണ്ണ നാണയവും കൂടി കൊണ്ടുവന്ന് ഭണ്ഡാരത്തിൽ സമർപ്പിച്ചു. അതോടെ അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. ക്ഷേത്രങ്ങളിൽ നിന്നോ മറ്റു പുണ്യ സങ്കേതങ്ങളിൽ നിന്നോ ഒരു ചില്ലി കാശ് പോലും നാം എടുക്കാൻ പാടില്ലെന്ന സത്യം ഇതോടെ ശ്രീ ഗോപാലനും മറ്റുള്ളവർക്കും ബോധ്യമായി. ഹരികൃഷ്ണ.